ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4ാം ക്ലാസ്സിലെ മാത്സിലെ 10ാമത്തെ പാഠഭാഗമായ അളന്നും തൂക്കിയും എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളതെന്നും ഇതിലെ മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. ഓക്കെ, റെഡിയല്ലേ? 10ാമത്തെ പാഠഭാഗം അളന്നും തൂക്കിയും. അളക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഒരു സാധനം നമുക്ക് ഇത്ര വേണം എന്ന് പറയുമ്പോൾ നമ്മൾ അത് അളന്ന് നോക്കണം അല്ലേ? അത് അളന്ന് നോക്കുക എന്ന് പറയുമ്പോൾ ചിലത് നമുക്ക് തൂക്കിയിട്ട് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. മിലൻ്റെ ചേച്ചിയുടെ കല്യാണമാണ്, ഒരുക്കങ്ങൾ തുടങ്ങി, ചിത്രം നോക്കൂ. അപ്പോൾ ഇവിടെ നോക്കൂ, മിലൻ്റെ ചേച്ചിയുടെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളാണ് അവിടെ ഫുള്ള് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ കല്യാണം ഉണ്ടാകുമ്പോൾ അങ്ങനെ തന്നെയാണ്, ഒരുപാട് ഒരുക്കങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ഇനി എന്തൊക്കെ സാധനങ്ങൾ? വാങ്ങേണ്ട സാധനങ്ങളുടെ ലിസ്റ്റുമായി മിലനും അച്ഛനും കടയിലെത്തി. അപ്പോൾ വാങ്ങേണ്ട സാധനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഉപ്പ്, അരി, എണ്ണ, പഞ്ചസാര, പായസപ്പരിപ്പ്, പാല്, തൈര്, ശർക്കര, മുളക്, മല്ലി, ഉള്ളി, വിനാഗിരി. അതിൻ്റെയൊക്കെ എത്രയാണ് വാങ്ങേണ്ടത് എന്നുള്ള കണക്കും അവിടെ കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് കണ്ടല്ലോ. ഇവയിൽ ഏതെല്ലാമാണ് തൂക്കി വാങ്ങുന്നവ? ഇതിൽ ഏതൊക്കെ നമ്മൾ തൂക്കി വാങ്ങും? ഉപ്പ് നമ്മൾ തൂക്കി വാങ്ങും അല്ലേ? അപ്പോൾ ആദ്യം തന്നെ ഉപ്പ്, അരി, പഞ്ചസാര, പായസപ്പരിപ്പ്, ശർക്കര, മുളക്, മല്ലി, ഉള്ളി. ഇത്രയും സാധനങ്ങൾ നമ്മൾ തൂക്കിയാണ് വാങ്ങുന്നത്. അപ്പോൾ തൂക്കി വാങ്ങാത്തവ ഏതൊക്കെയാണുള്ളത്? ഒന്ന് എണ്ണ, അതുപോലെ പാല്, തൈര്, വിനാഗിരി. ഇത് നമ്മൾ തൂക്കിയിട്ടല്ല വാങ്ങാറ്, പക്ഷേ വാങ്ങുന്നതിനും ഒരു അളവുണ്ട് എന്ന് മാത്രം. ഓക്കെ, അളവ് എങ്ങനെയാണ്? നമ്മൾ ലിറ്റർ കണക്കിനാണ് വാങ്ങിക്കാറുള്ളത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. നമ്മൾ കടയിലേക്ക് പോവുകയാണ്. കടയിലെ സ്റ്റോക്ക് വിവരം നോക്കൂ. അരി, പഞ്ചസാര, പരിപ്പ്, ഉഴുന്ന്, മുളക്, പയറ്, ശർക്കര, ഉണക്കമുന്തിരി, കശുവണ്ടിപ്പരിപ്പ്. അവിടെ അരി എന്താണ്? 5 ടണ്ണാണ്. പഞ്ചസാര 4 ടണ്ണ്, പരിപ്പ് 2 ടണ്ണ്, ഉഴുന്ന് 3 ക്വിൻ്റൽ, മുളക് 2 ക്വിൻ്റൽ, പയർ 1 ടണ്ണ്, ശർക്കര 1 ക്വിൻ്റൽ, ഉണക്കമുന്തിരി 1/4 ക്വിൻ്റൽ, കശുവണ്ടിപ്പരിപ്പ് 1/2 ക്വിൻ്റൽ. അപ്പോൾ ടണ്ണ്, ക്വിൻ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അല്ലേ? അപ്പോൾ 2 അളവിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ടണ്ണ്, എന്താണ് ക്വിൻ്റൽ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 1000 ഗ്രാം എന്ന് പറയുന്നതാണ് 1 കിലോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാക്കുക. 100 കിലോഗ്രാം എന്ന് പറയുന്നതാണ് 1 ക്വിൻ്റൽ എന്ന് പറയുന്നത്. 1000 കിലോഗ്രാം ആണ് 1 ടൺ എന്ന് പറയുന്നത്. 10 ക്വിൻ്റലാണ് 1 ടൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ് അല്ലേ? അഥവാ 1000 കിലോഗ്രാമും 10 ക്വിൻ്റലും ഈക്വൽ ആണ്. അപ്പോൾ കടയിൽ എത്ര കിലോഗ്രാം അരിയാണ് സ്റ്റോക്ക് ഉള്ളത്? എത്രയാണുള്ളത്? അവിടെ അരി പറയുന്നത് 5 ടൺ എന്നാണ് പറയുന്നത് അല്ലേ? 5 ടൺ എന്ന് പറയുമ്പോൾ എത്ര കിലോഗ്രാം ആണ്? എന്ത് ചെയ്യണം? 5 × 1000 ചെയ്യുക. എത്ര കിട്ടും? 5000. ഓക്കെ, അപ്പോൾ അവിടെ 5000 കിലോഗ്രാം ആണ് ഉള്ളത്. 5000 കിലോഗ്രാം. ഇനി ഉഴുന്ന് അവിടെ പറയുന്നത് 3 ക്വിൻ്റൽ എന്നാണ് പറയുന്നത്. ഓക്കെ, 3 ക്വിൻ്റൽ എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും? 3 ക്വിൻ്റൽ എന്ന് പറയുന്നത് 1 ക്വിൻ്റൽ എന്ന് പറയുന്നത് 100 കിലോഗ്രാം ആണ് അല്ലേ? അപ്പോൾ 3 × 100 ചെയ്യുക. എത്ര കിട്ടും? 300. അപ്പോൾ 300 കിലോഗ്രാം ആണ്. അടുത്തത് 1/2 ക്വിൻ്റൽ കശുവണ്ടിപ്പരിപ്പ് എത്ര കിലോഗ്രാം ആണ് എന്നാണ് ചോദിക്കുന്നത്. 1/2 ക്വിൻ്റൽ ആണ് കേട്ടോ. അപ്പോൾ എത്രയായിരിക്കും? 1 ക്വിൻ്റൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം ആയതുകൊണ്ട് 1/2 ക്വിൻ്റൽ എന്ന് പറയുമ്പോൾ 100ൻ്റെ പകുതി 50 കിലോഗ്രാം ആണ്. ഓക്കെ, 50 കിലോഗ്രാം. അപ്പോൾ എങ്ങനെയാണ് കണക്കാക്കിയെന്ന് ചോദിക്കുന്നുണ്ട്. അതെങ്ങനെ ചെയ്താൽ മതി? 1/2 ക്വിൻ്റൽ എന്നുള്ളതാണല്ലേ? അപ്പോൾ 1/2 ക്വിൻ്റൽ എന്ന് എഴുതി കൊടുക്കുക. 1/2 ക്വിൻ്റൽ. എന്ത് ചെയ്യുക? 100നെ 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. എത്ര കിട്ടും? 50 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് നോക്കാം നമുക്ക്. സ്റ്റോക്ക് നോക്കി പട്ടിക പൂരിപ്പിക്കൂ എന്നതാണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു പേജിലുള്ള സ്റ്റോക്ക് നിങ്ങളൊന്ന് എടുക്കുക, എന്നിട്ട് അതനുസരിച്ച് വേണം നമുക്കിത് എഴുതി കൊടുക്കാൻ. ആദ്യത്തേത് പഞ്ചസാര. 4 ടൺ എന്നാണ് പറയുന്നത്. 4 ടൺ എന്ന് പറയുമ്പോൾ എത്ര കിലോഗ്രാം ആയിരിക്കും? 4000 കിലോഗ്രാം ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ 4000 എന്ന് എഴുതുക. 4000 കിലോഗ്രാം.
അടുത്തത് പരിപ്പ് പറയുന്നത് 2 ടൺ എന്നാണ് അവിടെ സ്റ്റോക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 ടൺ എന്ന് പറയുമ്പോൾ 2000 കിലോഗ്രാം. അടുത്തത് മുളകാണ്. മുളക് 2 കിൻഡൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 2 കിൻഡൽ. 2 കിൻഡൽ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 2 × 100 200. അപ്പോൾ 200 കിലോഗ്രാം ആണ്. അടുത്തത് പയറാണ്. പയർ 1 ടൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 1 ടൺ എന്ന് പറയുമ്പോൾ 1 × 1000 1000 തന്നെ, 1000 കിലോഗ്രാം. അടുത്തത് ശർക്കര. 7 കിൻഡൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 7 കിൻഡൽ. 7 × 100 700. അപ്പോൾ 700 കിലോഗ്രാം. അടുത്തത് ഉണക്കമുന്തിരി 1/4 കിൻഡലാണ്. 1/4 കിൻഡൽ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ആകെ 100 അപ്പോൾ 100നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര കിട്ടും? 250 എന്ന് കിട്ടും. അപ്പോൾ 250 കിലോഗ്രാം ആണ്. ഓക്കെ, ഇങ്ങനെയാണ് ഈ പട്ടിക നിങ്ങൾ പൂർത്തിയാക്കി കൊടുക്കേണ്ടത്. ഇനി അടുത്തത് 1 ടൺ എന്നുള്ള അടുത്ത പ്രവർത്തനം നമുക്ക് നോക്കാം. കടയിലേക്ക് സാധനങ്ങളുമായിട്ട് ലോറി വന്നു. 50 കിലോയുടെ 2 ചാക്കുകൾ ചേർന്ന് കഴിഞ്ഞാൽ എത്രയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അഥവാ ഒരു ചാക്കിൽ 50 കിലോഗ്രാം അരിയാണുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ചാക്കിൽ 50 കിലോഗ്രാം അരിയുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 ടൺ ഭാരമാകാൻ 50 കിലോഗ്രാം ഉള്ള എത്ര ചാക്കുകൾ വേണം എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എത്രണ്ണാണ് വേണ്ടത്? 1 ടൺ എന്ന് പറയുന്നത് നമുക്കറിയാം. 1 ടൺ സമം എത്രയാണ്? 1000 കിലോഗ്രാം ആണ് അല്ലേ? 1000 കിലോഗ്രാം. അപ്പോൾ ഒരു ചാക്കിലുള്ള അരി എത്രയാണ്? ഒരു ചാക്കിലുള്ളത് 50 കിലോഗ്രാം ആണ്. 50 കിലോഗ്രാം. അപ്പോൾ വേണ്ട ചാക്കുകൾ അപ്പോൾ എത്രയായിരിക്കും? വേണ്ട ചാക്കുകൾ എത്രയാണ്? 1000നെ നമുക്ക് എന്ത് ചെയ്താൽ മതി? 50 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ 1000നെ 50 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടും? 20 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ 20 ചാക്കുകളാണ് വേണ്ടത്. ഓക്കെ, ഇനി 25 കിലോയുടെ എത്ര ചാക്കുകൾ ചേർന്നാൽ 1 ടൺ ആകും എന്ന് ചോദിക്കുന്നുണ്ട്. 25 കിലോയുടെ നിങ്ങൾ നോക്കൂ. 25 കിലോയുടെ അപ്പോൾ എത്ര വേണ്ടി വരും? 20 കിലോയുടെ ആയപ്പോൾ ഇവിടെ 50ൻ്റെ ആയപ്പോൾ ഇവിടെ 20 ചാക്കുകൾ വേണ്ടി വന്നു. അപ്പോൾ 50ൻ്റെ നേരെ പകുതിയാണ് 25 എന്ന് പറയുന്നത്. അപ്പോൾ 20ൻ്റെ ഡബിൾ വേണ്ടി വരും അല്ലേ? ഡബിൾ എത്രയാണ്? 40 ചാക്ക് വേണ്ടി വരും. ഓക്കെ, അപ്പോഴാണ് 1 ടൺ ആവുകയുള്ളൂ. എങ്ങനെയാണ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. അടുത്തത് ടണ്ണും കിൻഡലും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കടയിലിറക്കിയ സാധനങ്ങൾ നോക്കൂ. തൂക്കം കണക്കാക്കി പട്ടിക പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കൂ, അരി 40 ചാക്കാണ്. ചാക്കിൻ്റെ എണ്ണം 40 ആയിരുന്നു. ഒരു ചാക്കിലെ തൂക്കം 50 ആണ് അല്ലേ? അപ്പോൾ കിലോഗ്രാം എത്രയാണ് നമ്മൾ എഴുതി കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ 40 × 50 നോക്കിയാൽ മതി അല്ലേ? 40 × 50 40 × 50. അപ്പോൾ അതിന് പകരം നമ്മൾ 4 × 5 ആദ്യം ചെയ്ത് നോക്കുക. 4 × 5 എത്രയാണ്? 20. 20ൻ്റെ കൂടെ 2 0 കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്രയായി? 2000 ആയി അല്ലേ? അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് എത്ര കിലോഗ്രാം ആണ്? 2000 കിലോഗ്രാം ആണ് ഉള്ളത്. ഓക്കെ, ഇനി ആ 2000 കിലോഗ്രാമിനെ നമ്മൾ എന്ത് ചെയ്യണം? കിൻഡലിലേക്ക് മാറ്റി എഴുതണം അല്ലേ? 2000 കിലോഗ്രാമിനെ കിൻഡലിലേക്ക് മാറ്റണം. നമുക്കറിയാം 100 കിലോഗ്രാം എന്ന് പറയുന്നത് എത്രയാണ്? 100 കിലോഗ്രാം എന്ന് പറയുന്നത് 1 കിൻഡലാണ്. അപ്പോൾ 2000 എന്ന് പറയുന്നത് എന്തായിരിക്കും? 2000നെ നമ്മൾ 100 കൊണ്ട് ഹരിച്ചു നോക്കുക. എത്ര കിട്ടും? 20 എന്ന് കിട്ടും. അപ്പോൾ എത്ര കിൻഡലാണ്? 20 കിൻഡൽ. ഇനി 20 കിൻഡൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടൺ എഴുതിക്കൂടെ? എത്രയാണ്? 20 കിൻഡൽ എന്ന് പറയുന്നത് എത്ര ടണ്ണായിരിക്കും? 2 ടണ്ണായിരിക്കും. ഓക്കെ, ടൺ എന്ന് പറയുന്നത് 2. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് പഞ്ചസാരയുടെ അളവാണ് നോക്കാനുള്ളത്. പഞ്ചസാര എത്രയാണ്? പഞ്ചസാര 20ഉം 5ഉം ആണല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി നമുക്ക് ആദ്യം ഗുണിച്ചു നോക്കണം. 20 × 50. അപ്പോൾ 2ഉം 5ഉം കൂടെ ഗുണിച്ചു നോക്കുക. 2ഉം കൂടെ 5ഉം കൂടെ ഗുണിക്കുമ്പോൾ എത്ര കിട്ടും?
10 കിട്ടും അല്ലേ. ബാക്കി 2 പൂജ്യം കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ മൊത്തം എത്രയായി? 1000 കിലോഗ്രാമായി. ഇനി എന്ത് ചെയ്യണം? 1000 കിലോഗ്രാമിനെ നമ്മൾ കിൻഡലിലേക്ക് മാറ്റണം അല്ലേ. അപ്പോൾ നമുക്കറിയാം 100 കിലോഗ്രാം 1 കിൻഡൽ ആയതുകൊണ്ട് 1000 എന്ന് പറയുന്നത് 10 കിൻഡൽ ആയിരിക്കും. എത്ര ടണ്ണാണ്? 1 ടണ്ണായിരിക്കും. ഇനി അടുത്തത് പരിപ്പാണ്. പരിപ്പ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് 25 ചാക്ക് 20 കിലോഗ്രാം ഉള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 25 × 20 ചെയ്തു നോക്കാം. 25 × 20 എത്രയാണ്? 500 എന്ന് കിട്ടും. ഓക്കെ, 500. അപ്പോൾ അവിടെ കിലോഗ്രാം എത്രയാണ്? 500 ആണ്. കിൻഡൽ എത്രയായിരിക്കും? അപ്പോൾ കിൻഡൽ എന്ന് പറയുന്നത് 500നെ നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, 500 ഹരിക്കണം 100 എത്ര കിട്ടും? 5 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ 5 കിൻഡലാണുള്ളത്. 5 കിൻഡലിനെ നമുക്ക് എന്താക്കാൻ പറ്റില്ല? 10 ആക്കണോ? എത്രയായിരിക്കും? അപ്പോൾ 10 എന്ന് പറയുന്നത് 5 എന്ന് പറയുന്നത് പകുതിയാണല്ലേ. 10 ഉണ്ടാകുമ്പോഴാണ് 1 ടൺ ആവുള്ളൂ. അപ്പോൾ 5 എന്ന് പറയുന്നത് 1/2 ടൺ ആയിരിക്കും. ഓക്കെ, 1/2 ടൺ ആയിരിക്കും. ഉഴുന്നാണ് അടുത്തത് നോക്കുന്നത്. ഉഴുന്നെന്ന് പറയുന്നത് 5 ചാക്കായിരുന്നു 10 കിലോഗ്രാം. 5 × 10 എന്ന് പറയുന്നത് എത്രയാണ്? 5 × 10 50. അപ്പോൾ 50 കിലോഗ്രാം ആണ്. 50 കിലോഗ്രാം ഉണ്ടാകുമ്പോൾ അവർ 1/2 ടണ്ണാണ് ആവുന്നത്. 1/2 കിൻഡലാണ് ആവുന്നത്, ടൺ ആവില്ല. പയർ എന്ന് പറയുന്നത് 5 ആയിരുന്നു. 5 ചാക്കും 50 കിലോയിൻ്റെ ആയിരുന്നു. അപ്പോൾ 5 × 50. 5 × 50 എത്രയാണ്? 250. അപ്പോൾ എത്ര കിലോഗ്രാം ആണ്? 250 കിലോഗ്രാം ആണ്. 250 കിലോഗ്രാം എന്ന് പറയുമ്പോൾ അത് എത്ര കിൻഡലാണെന്ന് നമ്മൾ നോക്കണം അല്ലേ. അപ്പോൾ 200 + 50 ആണ് അല്ലേ. 200 എന്ന് പറയുമ്പോൾ അവിടെ എത്രയായി? 2 കിൻഡലായി. പിന്നെ 50 അരയും. അപ്പോൾ എത്രയായി? ടോട്ടൽ 2.5 കിൻഡൽ ആണ് ഉണ്ടാവുന്നത്. അടുത്തത് നമുക്ക് നോക്കാം. അവസാനത്തേത് 4 ചാക്ക് മുളകായിരുന്നു 50 കിലോയിൻ്റെ. അപ്പോൾ 4 × 50. 4 × 50 എത്രയാണ്? 200. അപ്പോൾ 200 കിലോഗ്രാം ആണ്. 200 കിലോഗ്രാം എന്ന് പറയുമ്പോൾ എത്ര കിൻഡലായി? 2 കിൻഡൽ ആയി. ഓക്കെ, സോറി, പയർ ഇവിടെ 2.5 ആവുമ്പോൾ ഇവിടെ എത്ര ടൺ ഉണ്ട്? 1/4 ടണ്ണും കൂടെ ഉണ്ട്. ഓക്കെ, അതും കൂടെ നിങ്ങൾ എഴുതണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു ഇക്വേഷനിൽ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത പ്രവർത്തനം ബാക്കി കണക്കാക്കാം എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനമായിട്ട് വരുന്നത്. സദ്യക്ക് ആവശ്യമായ ചില സാധനങ്ങൾ തൂക്കി തന്നത് മറ്റൊരാളാണ്. ഒരു കിലോ പാക്കറ്റിൽ നിന്നാണ് സാധനങ്ങൾ എടുത്തത്. ഓരോ പാക്കറ്റിലും എത്ര ബാക്കിയുണ്ട് എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ ഏലക്കായ, കശുവണ്ടി പരിപ്പ്, ഉണക്കമുന്തിരി, മഞ്ഞൾ, ജീരകം, ഇത്രയും സാധനങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതനുസരിച്ച് നോക്കാം. വാങ്ങിയ തൂക്കം ആദ്യത്തേത് നോക്കൂ. 250 ഏലക്കായയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഏലക്കായ വാങ്ങിച്ചത് എത്രയായിരുന്നു? 250 ആണ് വാങ്ങിച്ചിട്ടുള്ളത് അല്ലേ. 1 കിലോൻ്റെ പാക്കറ്റാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ആകെ ഉണ്ടായിരിക്കുന്നത് 1000 ആണ് അല്ലേ. അപ്പോൾ 1000-ൽ നിന്നും നമ്മൾ 250 കുറച്ച് നോക്കുക. ബാക്കി എത്ര ഉണ്ടായിരിക്കും? 750. ഇനി അപ്പോൾ 750 ഗ്രാം ആണ് കേട്ടോ. 750 ഗ്രാം. ഇനി കശുവണ്ടി പരിപ്പ് 900 ആണ്. ആകെ ഉണ്ടായിരുന്നത് 1000 ആയിരുന്നു. 1000 ആണ് 1 കിലോ. 1000-ൽ നിന്നും 900 പോയി കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുന്നത് 100 ഗ്രാം ആണ്. ഇനി അടുത്തത് ഉണക്കമുന്തിരി. 1000 ഗ്രാം ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. 1000 തന്നെയായിരുന്നു ആ പാക്കറ്റിലും ഉണ്ടായിരുന്നത്. അപ്പോൾ 1000-ൽ നിന്നും 1000 പോയി കഴിഞ്ഞാൽ ബാക്കി 0, അവിടെ ബാക്കി ഉണ്ടാവില്ല. മഞ്ഞൾ 750 ഗ്രാം വാങ്ങിച്ചു. 1000-ൽ നിന്നും 750 പോയി കഴിഞ്ഞാൽ ബാക്കി 250 ഗ്രാം ഉണ്ടായിരിക്കും. ഇനി ജീരകം 500 വാങ്ങിച്ചു. 1000-ൽ നിന്നും 500 പോയി കഴിഞ്ഞാൽ ബാക്കി 500 ഗ്രാം ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ വാങ്ങിയ സാധനങ്ങളുടെ ആകെ തൂക്കം എത്രയാണ്? എത്ര കിലോഗ്രാം, എത്ര ഗ്രാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ വാങ്ങിച്ചിട്ടുള്ളത് നമുക്കൊന്ന് എഴുതി നോക്കാം. 250 ഗ്രാം ഏലക്കായ, അതിൻ്റെ കൂടെ 900 ഗ്രാം കശുവണ്ടി, അതുപോലെ 1000 ഗ്രാം ഉണക്കമുന്തിരി, 750 ഗ്രാം മഞ്ഞൾ, 500 ഗ്രാം ജീരകം. ഇതെല്ലാം കൂടെ നിങ്ങളൊന്ന് കൂട്ടി നോക്കൂ. എത്ര കിട്ടും? 0. ഇവിടെ 5 0, ബാക്കി 1, 2 3, 3 7, ദെൻ 7 3 10, 19, 19 5 24 അല്ലേ.
ബാക്കി ഈ 4 ഇട്ട് കൊടുക്കുക. ഇവിടെ 1 ഉണ്ട്, ആ 2ഉം 1ഉം 3, 3400. നമുക്കറിയാം 1000 എന്ന് പറയുന്നത് 1 കിലോഗ്രാം ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 3000 എന്ന് പറയുന്നത് 3 കിലോഗ്രാമും ബാക്കി 400 ഗ്രാമുമാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, 3 കിലോഗ്രാം 400 ഗ്രാം. ഇനി അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. നമുക്ക് ഭാരം എത്ര എന്നുള്ളതാണ് അടുത്തത്. 12000 എന്നാൽ എത്ര ഭാരം എന്ന് കുട്ടിയാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ കടയിലെ ആൾ പറയുന്നുണ്ട് 12000 എന്ന് പറഞ്ഞാൽ 12 കിലോഗ്രാം ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. 12 കിലോഗ്രാം ആണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന അളവുകളുടെ ഭാരം എഴുതി പട്ടിക പൂർത്തിയാക്കുക എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനം. ഇവിടെ ആദ്യത്തെ തന്നിട്ടുള്ളത് എത്രയാണ്? 10000 ആണല്ലേ. ത്രാസിൽ കാണുന്നത് 10000 ആണ്. 10000 എന്ന് പറഞ്ഞാൽ എത്ര ഭാരമാണ്? 10 കിലോഗ്രാം ആണ്. ഓക്കെ, 10 കിലോഗ്രാം. 10 കഴിഞ്ഞിട്ട് 0 ഇങ്ങനെ ഇട്ടിട്ടില്ല, അത് 10 കിലോഗ്രാം എന്നുള്ളതാണ്. ഇനി അടുത്തത് 1370 ആണല്ലേ. അപ്പോൾ 13 കിലോയും 70 ഗ്രാമുമാണ് ഉണ്ടായിരിക്കുക. അടുത്തത് 7250 ആണ്. അപ്പോൾ 7 കിലോ ബാക്കി 250 ഗ്രാമും ആണ്. ഇനി അടുത്തത് നോക്കൂ, 0 കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടുള്ള 500 ആണ്. അപ്പോൾ 500 എന്ന് പറയുന്നത് അവിടെ ഗ്രാം ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ, 500 ഗ്രാം. അടുത്തത് 1 കഴിഞ്ഞ് പിന്നെ 5 ആണുള്ളത് അല്ലേ. അപ്പോൾ 1 കിലോയും ഇവിടെ ഈ ദശാംശത്തിൻ്റെ ഇപ്പുറത്തുള്ളതാണ് കിലോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 1 കിലോയും 5 ഗ്രാമും ഉണ്ടായിരിക്കും. അടുത്തത് 9900 ആണ്. അപ്പോൾ അവിടെ 9 കിലോയും 9 കിലോ 900 ഗ്രാം. ഓക്കെ, അങ്ങനെയാണ് ആ ഒരു ത്രാസിൽ കാണിച്ചിട്ടുള്ള അളവ് എന്ന് പറയുന്നത്. അതിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് നിങ്ങളവിടെ എഴുതി കൊടുത്താൽ മാത്രം മതി. ഇനി അടുത്ത പ്രവർത്തനം 1 കിൻഡൽ ഉണ്ട് എന്നുള്ളതാണ്. 1 കിൻഡലിന് 50 രൂപയാണ് കൂലി. മിലനും അച്ഛനും വാങ്ങിയ പച്ചക്കറികൾ ഓട്ടോയിൽ കയറ്റി. അപ്പോൾ ഏതൊക്കെയാണ്? വെണ്ട, മത്തൻ, ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക്, മാങ്ങ, ക്യാരറ്റ്, ഉള്ളി, ഇഞ്ചി. ഇതൊക്കെ എത്രയാണ് വാങ്ങിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അവിടെ ആ ഒരു കണക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇനി സാധനങ്ങളുടെ ആകെ തൂക്കം 1 കിൻഡലിന് കൂടുതലാണോ കുറവാണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടെ നമ്മളൊന്ന് കൂട്ടി നോക്കണം അല്ലേ, എന്നാലാണ് നമുക്കത് അറിയുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ 151 കിലോഗ്രാം എന്നുള്ളത് നമുക്ക് കിട്ടും. അഥവാ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോഴാണ് 151 കിലോഗ്രാം എന്നുള്ളത് കിട്ടും. അപ്പോൾ 1 കിൻഡൽ എന്ന് പറയുന്നത് എത്രയാണ്? 100 കിലോഗ്രാം ആണല്ലേ. അപ്പോൾ 150 എന്ന് പറയുന്നത് എന്താണ്? 100-നേക്കാൾ കൂടുതലാണ്. അപ്പോൾ 1 കിൻഡലിന് കൂടുതലോ കുറവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് എഴുതണം? കൂടുതൽ എന്നുള്ളത് എഴുതി കൊടുക്കണം. ഓക്കെ, കൂടുതൽ. ഇനി എത്രയാണ് കൂടുതൽ അല്ലെങ്കിൽ എത്രയാണ് കുറവ്? ഇവിടെ ആകെ ഉള്ളത് 151 ആണ്. 100 മാത്രമേ നമുക്ക് പാടുള്ളൂ. അപ്പോൾ എത്രയാണ് കൂടുതൽ? 51 കിലോ കൂടുതലാണ്. 51 കിലോഗ്രാം കൂടുതൽ. ഓക്കെ, 51 കിലോഗ്രാം കൂടുതൽ എന്ന് അവിടെ എഴുതി കൊടുക്കുക. ഇനി അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. നമുക്ക് തൊട്ടടുത്ത പേജിൽ എത്ര പാക്കറ്റുകൾ എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനമായിട്ട് വന്നിട്ടുള്ളത്. 1 കിലോ പാക്കറ്റ് കുറവായതിനാൽ 1/4 കിലോയുടെ 2 പാക്കറ്റും 1/2 കിലോയുടെ 3 പാക്കറ്റും കൂടി എടുത്താണ് കച്ചവടക്കാരൻ മല്ലി കൊടുത്തത്. ഇങ്ങനെ 10 കിലോഗ്രാം കൊടുത്തപ്പോൾ ആകെ എത്ര പാക്കറ്റായി എങ്ങനെയാണ് കണക്കാക്കുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 1/4 കിലോയുടെ 2 പാക്കറ്റ്. 1/4 കിലോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 250 ഗ്രാം ആണ് അല്ലേ. അപ്പോൾ 2 പാക്കറ്റ് ആകുമ്പോൾ 250ഉം 250ഉം കൂടെ കൂട്ടുമ്പോൾ 500. അപ്പോൾ 2 പാക്കറ്റ് ആകുമ്പോൾ 500 ഗ്രാം ആണ് അതിൽ ഉണ്ടായിരിക്കുക. ഇനി 1/2 കിലോയുടെ 3 പാക്കറ്റ് ആണല്ലേ. അപ്പോൾ 1/2 കിലോയുടെ 1 പാക്കറ്റ് എന്ന് പറയുന്നത് 500 പിന്നെയും 500 3 പാക്കറ്റ് 500 500 500 3 500 ആകുമ്പോൾ 1500. അപ്പോൾ 1500 ഗ്രാം അതും ആയി. ഇനി ആകെ ഭാരം എത്രയായിരിക്കും? ആകെ എത്രയാണ് ഇവിടെ ഉണ്ടായിരിക്കുക? 1500ഉം 500ഉം കൂടെ ആകുമ്പോൾ 2000 ഗ്രാം ആവും അല്ലേ. 2000 ഗ്രാം അഥവാ 2 കിലോഗ്രാം. ഓക്കെ, 2 കിലോഗ്രാം. അപ്പോൾ 10 കിലോഗ്രാം ആവാം. 1 കിലോഗ്രാമിൻ്റെ എത്ര പാക്കറ്റ് കൂടി വേണം? എത്ര കൂടെ വേണം? ഇവിടെ 10ൽ നിന്നും ഈ 2 കുറക്കുക. എത്ര വേണം? 8 പാക്കറ്റ് വേണം. ഓക്കെ, 8 പാക്കറ്റ് വേണം. 1 കിലോൻ്റെ ആയതുകൊണ്ടാണ് 8 പാക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.
അടുത്ത ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇതിന് താഴെ തന്നെയായിട്ട് 1/2 കിലോ പാക്കറ്റ് ആയിരുന്നെങ്കിൽ എത്ര പാക്കറ്റുകൾ ഉണ്ടാകും? എത്രയാണ്? 10 കിലോനാണ് വേണ്ടത്. അപ്പോൾ 1 കിലോൻ്റെ പാക്കറ്റ് ആണെങ്കിൽ 10 പാക്കറ്റ് മതി. അപ്പോൾ 1/2 കിലോൻ്റെ പാക്കറ്റ് ആകുമ്പോൾ 20 പാക്കറ്റ് വേണം. ഇനി എല്ലാം 1/4 കിലോനാണെങ്കിലോ, അപ്പോൾ ഇതിൻ്റെ ഡബിൾ വേണം അല്ലേ? 1/2 കിലോനാകുമ്പോൾ 20 വേണമെങ്കിൽ 1/4 കിലോനാകുമ്പോൾ അവിടെ 40 പാക്കറ്റാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനത്തിലേക്ക് കിടക്കാം. അടുത്തത് നെയ്യ് എത്ര എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നെയ്യ് വാങ്ങിയപ്പോൾ കച്ചവടക്കാരൻ കൊടുത്തത് 250 മില്ലി ലിറ്ററിൻ്റെ 2 കുപ്പിയും 500 മില്ലി ലിറ്ററിൻ്റെ 1 കുപ്പിയുമാണ് കൊടുത്തത്. അപ്പോൾ എത്ര നെയ്യ് വാങ്ങി എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 1 ലിറ്റർ എന്ന് പറയുന്നത് എത്ര മില്ലി ലിറ്റർ ആണ്? 1000 മില്ലി ലിറ്റർ ആണ്. ഓക്കെ, 1000 മില്ലി ലിറ്റർ ആണ് 1 ലിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 250 മില്ലി ലിറ്ററിൻ്റെ 2 കുപ്പിയാണ് ആദ്യം വാങ്ങിച്ചത് അല്ലേ? അപ്പോൾ 250ൻ്റെ 2 കുപ്പി എന്ന് പറയുമ്പോൾ അവിടെ എത്രയായിട്ട് മാറി? 250ഉം വീണ്ടും 250. അപ്പോൾ 250ൻ്റെ 2 കുപ്പി എന്ന് പറയുമ്പോൾ ഇവിടെ 500 ആയി അല്ലേ? 500 ആയി. പിന്നെ 500 മില്ലി ലിറ്ററിൻ്റെ 1 കുപ്പി, അപ്പോൾ വീണ്ടും 500 ആയി. അപ്പോൾ ടോട്ടൽ 1000 മില്ലി ലിറ്ററാണ് അവിടെ വാങ്ങിച്ചിട്ടുള്ളത്. എത്രയാണ്? 1000 മില്ലി ലിറ്റർ. ഓക്കെ, മില്ലി ലിറ്റർ അഥവാ 1000 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് 1 ലിറ്റർ ആണ്. ഇനി എല്ലാം 100 മില്ലി ലിറ്ററിൻ്റെ കുപ്പി ആയിരുന്നെങ്കിലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എത്ര കുപ്പി നെയ്യ് ഉണ്ടാവും? 100 ആണെങ്കിൽ അവിടെ 10 കുപ്പി നെയ്യ് ഉണ്ടായിരിക്കും അല്ലേ? 10 കുപ്പി നെയ്യ് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, 10 കുപ്പി എന്ന് എഴുതി കൊടുക്കുക. എല്ലാം 250 മില്ലി ലിറ്ററിൻ്റെ ആയിരുന്നെങ്കിൽ അപ്പോൾ അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? അപ്പോൾ എത്ര എണ്ണം വേണ്ടി വരും? 4 കുപ്പി വേണ്ടി വരും അല്ലേ? ആദ്യം ഒരു 250, പിന്നെ 250 ആകുമ്പോൾ അത് 500 ആയി, പിന്നെ 250 750 ആയി. അങ്ങനെ വരുമ്പോൾ 4 കുപ്പി ആവശ്യമായിട്ട് വരും. ഓക്കെ, 4 കുപ്പി. ഇനി അടുത്ത ചോദ്യം നോക്കാം. വീട്ടിലേക്ക് എന്നുള്ളതാണ്. ടിപ്പർ ഓട്ടോയിൽ 635 കിലോ പലചരക്ക് സാധനങ്ങളും 375 കിലോ പച്ചക്കറികളും കയറ്റി. ഓക്കെ, കയറ്റിയ സാധനങ്ങളുടെ ആകെ ഭാരം എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. എന്ത് ചെയ്താൽ മതി? ഈ 635ൻ്റെ കൂടെ എന്തുകൂടെ കൂട്ടുക? 375 കൂടെ കൂട്ടുക. 5 കൂട്ടുമ്പോൾ 10, ബാക്കി 1, 7 3 10, ഈ 1 11 ആയി മാറി. ഓക്കെ, വീണ്ടും 1 6 7 7 3 10. ഓക്കെ, അപ്പോൾ എത്രയായി? 1030 ആയി. 1030 കിലോ ആണ് കേട്ടോ. 1030 കിലോഗ്രാം. ഓക്കെ, അത് ഇനി ടണ്ണിൽ എഴുതണമെങ്കിൽ 1000 എന്ന് പറയുന്നത് എന്താണ്? 1 ടണ്ണായിട്ട് മാറും. അപ്പോൾ എത്രയായി? 1 ടണ്ണും 10 കിലോയും ആയി. ഓക്കെ, 10 കിലോയും ആയി. ഓക്കെ, ഇനി അടുത്തത് വാട്ടർ ടാങ്ക് എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. 1000 ലിറ്ററിൻ്റെയും 500 ലിറ്ററിൻ്റെയും ഓരോ ടാങ്കും 200 ലിറ്ററിൻ്റെ 2 ടാങ്കും ഉണ്ട്. എല്ലാ ടാങ്കിലും വെള്ളം നിറക്കണം. ആകെ എത്ര ലിറ്റർ വെള്ളം വേണം? അപ്പോൾ ടാങ്ക് 1-ലുള്ളത് എത്രയാണ്? 1000 ലിറ്റർ ആണ് അല്ലേ? 1000 ലിറ്റർ. ടാങ്ക് 2-ലുള്ളത് 500 ലിറ്റർ. ടാങ്ക് 3-ലുള്ളതോ? 3-ലുള്ളത് 200 ലിറ്റർ. ടാങ്ക് 4-ലുള്ളത് 200 ലിറ്റർ. അപ്പോൾ ആകെ എത്ര വെള്ളം വേണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി നോക്കുക. എത്ര കിട്ടും? 1000 500 1500 1500 1700 1900. അപ്പോൾ 1900 ലിറ്ററാണ് അവിടെ ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. പാഠഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിലെ അസസ്മെൻറ്റിലെ പ്രവർത്തനങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം. ജോണി മരച്ചീനി കർഷകനാണ്. ഓക്കെ, മരച്ചീനി എന്ന് പറഞ്ഞാൽ പൂളക്കിഴങ്ങ് അല്ലേ? കിഴങ്ങ് എന്നൊക്കെ പറയാറുണ്ട്. വിളവെടുത്തപ്പോൾ 2 ക്വിൻ്റൽ 65 കിലോഗ്രാം മരച്ചീനിയാണ് കിട്ടിയത്. 1 കിലോക്ക് 20 രൂപ വെച്ച് വിറ്റു. ആകെ എത്ര രൂപ കിട്ടി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആകെ വിളവെടുത്തത് എത്രയായിരുന്നു? 2 ക്വിൻ്റലും 65 കിലോഗ്രാമും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ആദ്യം തന്നെ മൊത്തം കിലോഗ്രാമിലേക്ക് മാറ്റുകയാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, 2 ക്വിൻ്റൽ എന്ന് പറയുമ്പോൾ അവിടെ എത്രയായി? 2 ക്വിൻ്റൽ എന്ന് പറയുമ്പോൾ 200 കിലോ ആയി അല്ലേ? 200 കിലോയും 65 കിലോയും. അപ്പോൾ ആകെ കിലോ എത്രയാണ്? ആകെ കിലോ എത്രയായി? 265 കിലോ ആണ്. 1 കിലോയുടെ വില എന്ന് പറയുന്നത് 20 രൂപയാണ്. അപ്പോൾ ആകെ വില എത്രയായിരിക്കും? ആകെ വില
എന്ന് പറയുന്നത് 265 × 20. എത്ര കിട്ടും? 265 × 2 എത്രയാണ്? 530 വരും. 265 × 20 5300 രൂപ കിട്ടും. ഓക്കെ, 5300 രൂപ. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. രണ്ടാമത്തെ ചോദ്യം, ഒരു ചാക്കിൽ 50 കിലോഗ്രാം അരിയുണ്ട്. മില്ലിൽ നിന്നും 60 ചാക്ക് അരി ലോറിയിൽ കയറ്റി. ലോറിയിൽ കയറ്റിയത് എത്ര ടൺ അരിയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഒരു ചാക്കിലെ അരി എന്ന് പറയുന്നത് എത്രയാണ്? നിങ്ങൾ അങ്ങനെ എഴുതുക, ഒരു ചാക്കിലെ അരി 50 കിലോഗ്രാം. ഓക്കെ, ആകെ ചാക്കുകൾ എന്ന് പറയുന്നത് 60. അപ്പോൾ 60 ചാക്കുകളുടെ ആകെ അരി നമ്മൾ കണക്കാക്കണം അല്ലേ? അപ്പോൾ ആദ്യം എഴുതേണ്ടത് ആകെ അരി എന്നുള്ളതാണ്. ആകെ അരി എങ്ങനെ കണക്കാക്കും? 60 × 50 ചെയ്തു നോക്കുക. 6 × 5 എത്രയാണ്? 30 ആണ്. 2 0 കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 3000. അപ്പോൾ 3000 കിലോ അരിയാണുള്ളത് അല്ലേ? ഒരു ടൺ എന്ന് പറയുന്നത് 1000 കിലോ ആണ്. അപ്പോൾ ഇവിടെ 3000 കിലോ എന്ന് പറയുന്നത് എത്ര ടൺ ആയിരിക്കും? 3 ടൺ അരി ആയിരിക്കും. ഓക്കെ, 3000 കിലോ സമം 3 ടണ്ണ്. ഓക്കെ, 3 ടൺ അരിയാണ് അപ്പോൾ ഉണ്ടായിരിക്കുക. ഇനി അടുത്തത് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മൂന്നാമത്തേത്, 1000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്ക് നിറക്കാൻ 765 ലിറ്റർ വെള്ളം കൂടി വേണം. ടാങ്കിൽ ഇപ്പോഴുള്ള വെള്ളത്തിൻ്റെ അളവ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടാങ്കിൽ ആകെ കൊള്ളുന്ന വെള്ളം എന്ന് പറയുന്നത് എത്രയാണ്? 2000 ആണ് അല്ലേ? 2000 ലിറ്റർ ആണ്. ഇനി നിറക്കാൻ ബാക്കിയുള്ളത് 765 ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 2000-ൽ നിന്നും നമ്മൾ 765 കുറക്കുക. എത്ര കിട്ടും? 2000-ൽ നിന്നും 765 നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ 1235 ലിറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 1235 ലിറ്റർ ആണ് ഇപ്പോഴതിലുള്ള വെള്ളം എന്ന് പറയുന്നത്. ഓക്കെ, 1235 ലിറ്റർ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നാലാമത്തെ ചോദ്യമാണ്, മാവേലി സ്റ്റോറിൽ നിന്നും ബിനു വാങ്ങിയ സാധനങ്ങളാണ് പട്ടികയിൽ. അവ ഒരു തുണിസഞ്ചിയിലാക്കി. സഞ്ചിയിലെ സാധനങ്ങളുടെ ആകെ ഭാരം എത്ര കിലോഗ്രാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി നോക്കണം. ഓക്കെ, ഇതെല്ലാം കൂടെ ആദ്യം തന്നെ കൂട്ടി നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ചിലത് ഗ്രാമിലാണ്, ചിലത് കിലോഗ്രാമിലാണ് അല്ലേ? അപ്പോൾ ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെല്ലാം ഗ്രാമിലേക്ക് മാറ്റിയിട്ട് നോക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രാം മാത്രം കൂട്ടി നോക്കാം. അപ്പോൾ 1500, 250, 250, 500. അപ്പോൾ 2000 ആയി. 2000, 2500, 2500, 3000, 3500, 4000. അപ്പോൾ ആകെ ഉള്ളത് എന്താണ്? 4000 ഗ്രാം ആണ് ഉള്ളത്. ഓക്കെ, 4000 ഗ്രാം പ്ലസ് എന്തുണ്ട്? 2ഉം 2ഉം 4 കിലോയും ഉണ്ട്. 4 കിലോ എന്ന് പറയുമ്പോൾ വീണ്ടും 4000 ഗ്രാമായി. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയായി? 8000 ഗ്രാമായി മാറി അല്ലേ? 8000 ഗ്രാം എന്ന് പറയുന്നത് എത്ര കിലോയാണ്? 8 കിലോ ആണ് അല്ലേ? അപ്പോൾ ആകെ ഉള്ളത് എത്രയാണ്? 8 കിലോ സാധനമാണുള്ളത്. 8 കിലോഗ്രാം. ഓക്കെ, ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യം നോക്കാം. എണ്ണ കച്ചവടക്കാരൻ 500 മില്ലി ലിറ്ററിൻ്റെ 5 കുപ്പിയിലും 200 മില്ലി ലിറ്ററിൻ്റെ 6 കുപ്പിയിലും എണ്ണ നിറച്ചപ്പോൾ പാത്രത്തിൽ 1 ലിറ്റർ 300 മില്ലി ലിറ്റർ എണ്ണ ബാക്കി വന്നു. ആദ്യം എത്ര എണ്ണ ഉണ്ടായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആൾ നിറച്ചിട്ടുള്ളതിനനുസരിച്ച് വേണം നമുക്ക് എത്ര എണ്ണ ഉണ്ട് എന്ന് കണക്കാക്കാനേ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കൂ, നിറച്ച അളവുകൾ ഒന്ന് 500 അല്ലേ? 500 മില്ലി ലിറ്ററിൻ്റെ 5 കുപ്പിയാണ്. അപ്പോൾ 500 മില്ലി ലിറ്ററിൻ്റെ 5 കുപ്പി എന്ന് പറയുമ്പോൾ എത്ര എണ്ണമായി അവിടെ? 500 എണ്ണത്തിൻ്റെ 5 എണ്ണം അല്ലേ? അപ്പോൾ 500 × 5 എത്രയായി? 2500 മില്ലി ലിറ്റർ ആയി. ഓക്കെ, മില്ലി ലിറ്റർ ആയി. ഇനി 200 മില്ലി ലിറ്ററിൻ്റെ 6 കുപ്പിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 200-നെ 200 × 6 ചെയ്ത് നോക്കിയാൽ മതി. 6 × 2 എത്രയാണ്? 12. ബാക്കി 2 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 1200 മില്ലി ലിറ്റർ. ഓക്കെ, എല്ലാം മില്ലി ലിറ്ററിലാണ്. ഇനി 1 ലിറ്റർ 300 മില്ലി ലിറ്റർ ബാക്കി വന്നു. അപ്പോൾ ഇത്രയുമാണ് നിറച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കാം. 2500 പ്ലസ് 1200 എത്ര കിട്ടും? 3700 മില്ലി ലിറ്റർ എന്ന് കിട്ടും അല്ലേ? 3700 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 3 ലിറ്ററും 3 ലിറ്റർ 700 മില്ലി ലിറ്ററും ആണ്. ഓക്കെ, മില്ലി ലിറ്ററും ആണ്. ഇനി
ആദ്യം ഉണ്ടായിരുന്ന എണ്ണ എത്രയായിരുന്നു? 3700 അതിൻ്റെ കൂടെ 1 ലിറ്ററും 300 അല്ലേ? അപ്പോൾ എത്രയായി? അപ്പോൾ നമുക്ക് ആകെ ഉണ്ടായിരുന്ന എണ്ണ എത്രയാണെന്ന് നോക്കാം. ആകെ എണ്ണ എത്രയാണ്? 3 ലിറ്റർ 700 മില്ലി ലിറ്റർ പ്ലസ് എന്തുണ്ട്? 1 ലിറ്റർ 300 മില്ലി ലിറ്റർ. ഓക്കെ, ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കൂ. 3700 പ്ലസ് 1 ലിറ്റർ 300 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് 1300. രണ്ടും കൂടെ കിട്ടുമ്പോൾ 5000 എന്ന് കിട്ടും. അപ്പോൾ എത്രയാണ്? ആദ്യം എത്ര എണ്ണ ഉണ്ടായിരുന്നു? 5 ലിറ്റർ. 5000 എന്ന് പറയുന്നത് 5 ലിറ്റർ എണ്ണയാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകും. ആറാമത്തെ ചോദ്യം പട്ടിക പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ആറാമത്തെ ചോദ്യം ഇവിടെ 2500 കിലോഗ്രാമാണ്. അതിന് എത്ര കിലോഗ്രാം ആണെന്ന് എഴുതണം. അത് കിലോഗ്രാമിലും ഗ്രാമിലും വീണ്ടും നമ്മൾ എഴുതി കൊടുക്കണം. അപ്പോൾ 2500 എന്ന് പറയുന്നത് എത്ര കിലോഗ്രാം ആണ്? എത്രയാണ്? 2.5 അല്ലേ? അപ്പോൾ 2.5 കിലോഗ്രാം ആണ്. 2 കിലോഗ്രാം 500 ഗ്രാം. ഇനി 3250 ആണ്, അഥവാ 3.25 അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 3 കിലോഗ്രാം ആൻഡ് 250 ഗ്രാം. അടുത്തത് 3.25 ആണ്. 1.25 ആണ്. 1.25 എന്ന് പറയുമ്പോൾ 1 കിലോഗ്രാം ബാക്കി എത്ര ഉണ്ട്? 750 ഗ്രാം. മുക്കാലായതുകൊണ്ട് 750 ഗ്രാം. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1750 എന്ന് എഴുതി കൊടുക്കാം. ഇനി 4 കിലോഗ്രാം 250 ഗ്രാം ആണ്. 4 കിലോഗ്രാം അപ്പോൾ 4ഉം 250 4.25 അല്ലേ? അപ്പോൾ എത്രയായി? 4.25 4ഉം പിന്നെ 250 4250. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പട്ടിക നിങ്ങൾ പൂർത്തിയാക്കി കൊടുക്കേണ്ടത്. അടുത്ത പ്രവർത്തനത്തിലേക്ക് നമുക്ക് കടക്കാം. ഏഴാമത്തെ പ്രവർത്തനം, പാൽ സൊസൈറ്റിയിൽ തിങ്കളാഴ്ച കിട്ടിയ പാല് 550 ലിറ്റർ 750 മില്ലി ലിറ്റർ ആണ്. 85 ലിറ്റർ 250 മില്ലി ലിറ്റർ പാല് സൊസൈറ്റിയിൽ തന്നെ വിറ്റുപോയി. ബാക്കിയുള്ള പാല് മിൽമക്ക് കൊടുത്തു. എത്ര പാലാണ് അപ്പോൾ മിൽമക്ക് കൊടുത്തിട്ടുള്ളത് എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. ആകെ ഉണ്ടായിരുന്ന പാൽ എത്രയായിരുന്നു? 550 മില്ലി ലിറ്ററും 550 ലിറ്ററും 750 മില്ലി ലിറ്ററുമാണ്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ കുറയ്ക്കുക. ഓക്കെ, 550 ലിറ്റർ 750 മില്ലി. അതിനെ എന്തിൽ നിന്ന് കുറക്കുക? 85 ലിറ്ററും അതുപോലെ തന്നെ 250 മില്ലി ലിറ്ററും ഇതിൽ നിന്നാണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? 750 നിന്നും 250 കുറയ്ക്കുക. അപ്പോൾ 500 മില്ലി എന്ന് കിട്ടും. ഇനി 550 നിന്നും 85 കുറച്ച് എത്ര കിട്ടും? 465 ലിറ്റർ എന്നും കിട്ടും. അപ്പോൾ ഇനി എത്ര പാലുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 465 ലിറ്ററും 500 മില്ലി ലിറ്ററുമാണ് ഇനി പാലുള്ളത്. ഓക്കെ, ഇനി എട്ടാമത്തെ ചോദ്യമാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. അവിടെ വലുതിൽ നിന്നും ചെറുത് കുറക്കുകയാണ് ചെയ്യേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് സ്കൂളിൽ ഓണസദ്യയുടെ ഒരുക്കങ്ങൾ നടക്കുകയാണ്. 100 മില്ലി ലിറ്റർ കൊള്ളുന്ന ഗ്ലാസ്സിലാണ് പായസം നൽകുന്നത്. 1000 ആളുകൾക്ക് കൊടുക്കാൻ എത്ര ലിറ്റർ പായസം വേണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ്സിൽ കൊള്ളുന്ന പായസം എത്രയാണ്? ഒരു ഗ്ലാസ്സിൽ കൊള്ളുന്ന പായസം 100 മില്ലി ലിറ്റർ ആണ്. ആകെ കൊടുക്കുന്ന ആളുകൾ എത്രയാണ്? 1000. അപ്പോൾ 1000 ആളുകൾക്ക് കൊടുക്കാൻ വേണ്ട ആകെ പായസം എന്ന് പറയുന്നത് എത്രയാണ്? ആകെ പായസം എന്ന് പറയുന്നത് 1000 × 100 എത്രയാണ്? എങ്ങനെ കണക്കാക്കിയാൽ മതി? 1 ഇട്ടിട്ട് ബാക്കിയുള്ള എത്ര പൂജ്യം ഉണ്ട്? 5 പൂജ്യം ഒരുമിച്ച് എഴുതുക. അപ്പോൾ 1,00,000 മില്ലി ലിറ്റർ ആണ് വേണ്ടത്. ഓക്കെ, മില്ലി ലിറ്റർ പായസമാണ് വേണ്ടത്. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 മില്ലി ലിറ്റർ ആണ്. അപ്പോൾ 1,00,000 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് എന്താണ്? 100 ലിറ്റർ ആണ്. ഓക്കെ, 100 ലിറ്റർ പായസമാണ് അപ്പോൾ വേണ്ടത്. ഇനി 1 കിലോഗ്രാം അരി കൊണ്ട് ചോറ് വെച്ചാൽ 8 പേർക്ക് കഴിക്കാം എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? 100 കിലോ അരി കൊണ്ട് ചോറ് വെച്ചാൽ എത്ര പേർക്ക് കഴിക്കാം എന്നാണ് ചോദിക്കുന്നത്.
എങ്ങനെ ചെയ്താൽ മതി? അപ്പോൾ 8 പേർക്ക് കഴിക്കാം അല്ലേ? 1 കിലോ അരി കൊണ്ട് 8 പേർക്ക് കഴിക്കാം. അപ്പോൾ 100 കിലോ അരി കൊണ്ട് എത്ര പേർക്ക് കഴിക്കാമെന്ന് ചോദിച്ചാൽ 100 × 8 എത്രയാണ്? 800 പേർക്ക് കഴിക്കാം. ഓക്കെ, 800 പേർക്ക് നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗവും ഇതിലെ പ്രവർത്തനങ്ങളും. വളരെ സിമ്പിളായിട്ടുള്ള പാഠഭാഗമാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് അടുത്തത് 11ാമത്തെ പാഠഭാഗമാണ്. ചിത്രങ്ങൾ കഥ പറയുന്നു എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.